ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിനെ ചാവക്കാട്ടുകാർക്ക് മറക്കാനൊക്കുമോ? പരിസരങ്ങളിലുള്ളവർക്ക് മറക്കാനൊക്കുമോ? അവരെല്ലാം ശാഫിഈ മദ്ഹബിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരായിരുന്നു. അശ്അരി ത്വരീഖത്തിന്റെ വലിയ പ്രചാരകന്മാരായിരുന്നു. ആ മഹാന്മാർ അവര് വലിയ കറാമത്തുള്ളവരായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഇതിന്റെ പരിസരങ്ങളിൽ തന്നെ അവരുടെ എത്രയെത്ര കറാമത്തുകൾ നമ്മുടെ നാട്ടുകാര് കണ്ടതാണ്. സുബ്ഹാനല്ലാഹ്, ഹൈദറൂസ് മരണപ്പെട്ടിരിക്കുന്നു എന്ന് മൈതാനിയിലേക്ക് കയറി ചെല്ലുമ്പോ, പള്ളിയിലേക്ക് കയറി പോകുമ്പോ മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. മഹാനവർകൾ പറയുന്നു, കാരണം എന്തിനാണ് ഖബർ കുഴിക്കുന്നത് എന്നാ ചോദിച്ചത്. അപ്പോഴാ പറഞ്ഞത് ഹൈദറൂസ് മരിച്ചു. ഹൈദറൂസ് മഹാനവറുകളുടെ സ്വന്തം ആളാണ്. മഹാനവറുകൾ പറഞ്ഞു, ഖബർ കുഴിക്കേണ്ടതില്ല, ഹൈദറൂസ് മരിച്ചിട്ടില്ല. മഹാനവറുകൾ പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിക്കുമ്പോ കുഞ്ഞമ്മുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞമ്മു ഉടനെ പോകണം ആ വീട്ടിലേക്ക്, ഹൈദറൂസ് മരിച്ചിട്ടില്ലെന്ന് പറയണം. ഹൈദറൂസ് പാമ്പ് കടിയേറ്റ് മരിച്ചു എന്നാണ് കേട്ടത്, ഹൈദറൂസ് മരിച്ചിട്ടില്ലെന്ന് പറയണം, ഞാൻ വരുന്നു എന്ന് പറയണം. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, അങ്ങോട്ടേക്ക് പോയി. മഹാനായ ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ ഹൈദറൂസിന്റെ വീട്ടിൽ ചെന്നു. ഹൈദറൂസിന്റെ സമീപത്തേക്ക് ചെന്നു. അല്പം വെള്ളം മന്ത്രിച്ച് ഹൈദറൂസിന്റെ നാവിലേക്ക് വെച്ചു കൊടുത്തു. മഹാനവറുകളുടെ മന്ത്രം കഴിഞ്ഞു. ഹൈദറൂസ് എഴുന്നേറ്റ് നിന്നു. കുഞ്ഞമ്മുവിനെ പറഞ്ഞയച്ചപ്പോ കുഞ്ഞമ്മു വളരെ പെട്ടെന്ന് തിരിച്ചു വന്നപ്പോൾ, ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നല്ലോ എന്ന നിലക്ക് കുഞ്ഞമ്മുവിനെ പുകഴ്ത്തിയിട്ട് കുഞ്ഞമ്മു ഖാദിമുൽ ഖൗമി ശജആനു യഖാഫുഹു അബദൻ ജിന്നുൻ വശൈത്താനു എന്നൊരു പാട്ട് പാടിയിരുന്നു മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. കുഞ്ഞമ്മുവിന് അറബി അറിയില്ലായിരുന്നു. ഇപ്പോൾ അറബി അറിയാത്തത് കൊണ്ട് പലരും ഖുർആനെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട്, പണ്ഡിതന്മാരുടെ പ്രാർത്ഥനകളെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട്, അതുപോലെ പലതും തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. അറബി അറിയാത്തതാണ് അതിന് കാരണം. കുഞ്ഞമ്മുവിന് അറബി അറിയില്ലായിരുന്നു. കുഞ്ഞമ്മു മനസ്സിലാക്കി, ഇത്രയും അനുസരണത്തോടെ വളരെ പെട്ടെന്ന് പോയി തിരിച്ചു വന്ന എന്നെ ഖാദിയാര് ജിന്നും ശൈത്താനുമാണെന്ന് വിളിച്ചല്ലോ, ഞാൻ അങ്ങനത്തെ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് തോന്നിയപ്പോ മഹാനവറുകൾ പറഞ്ഞു കൊടുത്തു, മോനെ, ഞാൻ നീ ജിന്നാണെന്നോ ശൈത്താനെന്നോ ആണല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം കുഞ്ഞമ്മു ഖാദിമുൽ ഖൗമി ശജആനു, കുഞ്ഞമ്മു ഔലിയാക്കൾക്ക് ഖിദ്മത്ത് എടുക്കുന്ന മഹാനാണ്, നല്ല ധീരനാണ്. യഖാഫുഹു അബദൻ ജിന്നും വശൈത്താനു, ജിന്നും ശൈത്താനും ഒക്കെ കുഞ്ഞമ്മുവിനെ പേടിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഔലിയാക്കൾക്ക് ഖിദ്മത്ത് എടുത്താൽ അങ്ങനെയാണ്.